ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചേച്ചി ഇക്കായം. അപ്പം നമ്മൾ സമ്മർ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. 3 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓഗസ്റ്റ് 2-നാണ് നമ്മൾ യാത്ര തിരിച്ചത് കേട്ടോ. 3 ദിവസം 3 ഡിഫറെൻറ്റ് സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡഡിൽ ഡോർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. അന്നത്തെ വെതർ നല്ല വെതറായിരുന്നു, അത്യാവശ്യം ചൂടുള്ള വെതറായിരുന്നു കേട്ടോ. ഏകദേശം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ലൂട്ടണിയിൽ നിന്ന് യാത്ര തിരിച്ച് അങ്ങനെ നമ്മൾ ഒരു 6 മണിയായപ്പോൾ നമ്മുടെ ലൊക്കേഷനിലെത്തിയേ. റോഡിൽ ചെറിയ ട്രാഫിക് കൺജഷൻ ഉണ്ടായിരുന്നെങ്കിൽ യാത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഡഡിൽ ഡോറിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. നമ്മൾ 3 മണിക്കൂറത്തെ പാർക്കിംഗ് സ്ലോട്ടാണ് ബുക്ക് ചെയ്തത് കേട്ടോ. ഏകദേശം 10 പൗണ്ടോളം ആയേ. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഡോർസെറ്റിലുള്ള ലൽവർത്ത് എന്ന് പറഞ്ഞ ടൗണിലെ ജുറാസിക് കോസ്റ്റിലാണ് ഡഡിൽ ഡോർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ അറിയാത്ത പല ആളുകളും കാണും, അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രിപ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല കട്ടിയുള്ള ഷൂസോ ചെരുപ്പോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കാല് ചെറുതായിട്ട് ഗ്രിപ്പൊന്ന് പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് സ്റ്റീപ്പാണ്. ഇത് ആക്ച്വലി ഒരു ക്ലിഫ് പോലെയാണ് കേട്ടോ. അപ്പം ക്ലിഫിൻ്റെ 2 സൈഡിലും ബീച്ചിലേക്ക് ആക്സസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ കൈ പിടിക്കുന്നതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഇത് കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വേണം. ഇതെന്ന് പറഞ്ഞ ഒരു ക്ലിഫ് പോലെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിഫിൻ്റെ 2 വഴി കൂടി ബീച്ചിലേക്ക് ആക്സസ് ഉണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള ബീച്ച് കേട്ടോ. ഈ ലൈം സ്റ്റോൺ ആർച്ചാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നടക്കത്തില്ല, വെളി കയറുമ്പോഴാണ് നടക്കത്തില്ല. വെള്ളത്തിൽ തന്നെ നിൽക്കും കുറച്ച്. ഇറങ്ങോ അതിന് ജമ്പ് നോക്കലേ ഇതാണ് കേട്ടോ ബീച്ചിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത്. ഇവിടേക്കും ആക്സസ് ഉണ്ടായിരുന്നു. നമ്മൾ വരുമ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 6 മണിക്ക് വന്നിട്ട് ഞങ്ങളൊരു 8:45 അവിടെ നിന്ന് പോയി കേട്ടോ. കയറുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഓൾറെഡി ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നതായതുകൊണ്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെരുപ്പൊക്കെ തെന്നി പോകുമായിരുന്നു കേട്ടോ. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേർ
പിള്ളേർ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ലായിരുന്നു. എത്ര തണുത്തിട്ടാണെങ്കിലും അവർ പിന്നെ വെള്ളത്തിൽ ചാടുമായിരുന്നു കേട്ടോ. എനിക്കും ബീച്ചിൽ ഇറങ്ങാൻ കുറച്ച് പേടിയുള്ള ആളായിരുന്നു. പക്ഷെ ഞാനും ഇറങ്ങി അടിച്ച് പൊളിച്ചു കേട്ടോ. നല്ലൊരു ഡേ ആയിരുന്നു, നല്ലൊരു ടൈമായിരുന്നു. അപ്പം കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പം ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കണേ. അപ്പോൾ സീ യു ലേറ്റർ. ബൈ.